തൃശ്ശൂർ പൂരത്തിന്റെ വെടിക്കെട്ട് കാണാൻ പോയ ഒരു സുഹൃത്തിന്റെ കഥ 4 വർഷം മുമ്പ് ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അത് കേൾക്കാത്ത ആളുകൾക്ക് വേണ്ടി ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇദ്ദേഹം തൃശ്ശൂർ പൂരത്തിന്റെ വെടിക്കെട്ട് കാണാൻ പോയി. പിറ്റേന്ന് വന്നിട്ട് പറഞ്ഞു, ഈ വെടിക്കെട്ട് ഒരു തേങ്ങയില്ല, വലിയ തള്ളിമറിക്കലാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് നാനയാണ് ചേനയാണ് എന്നൊക്കെ പറഞ്ഞ സമയത്ത് ചെക്ക് ചെയ്തപ്പോഴാണ് കാര്യം മനസ്സിലായത്. ഫസ്റ്റ് ഗുണ്ടിന് തന്നെ പുള്ളിന്റെ ചെവി അടിച്ചുപോയി. പിന്നെ പുള്ളി ആകെ കാണുന്നത് കുറേ വെളിച്ചങ്ങൾ മാത്രമാണ്. അതുപോലെയാണ് കഴിഞ്ഞ ആഴ്ച, അതായത് 29-ാം തീയതി 30-ാം തീയതി വ്യാഴം വെള്ളി പിന്നെ ഇന്നലെ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ ഗോൾഡിൽ ട്രേഡ് ചെയ്തിട്ടുള്ള ആൾക്കാരുടെ പല ആളുകളുടെയും അക്കൗണ്ടിൻ്റെ അവസ്ഥ ഫസ്റ്റ് ഒരൊറ്റ പൊട്ടലിന് തന്നെ അക്കൗണ്ട് 0 ആയി. പിന്നെ കാണുന്നത് ഈ ക്യാൻഡിലുകളുടെ ആറാട്ടാണ്. പല ബ്രോക്കർമാരുടെയും എന്താ പറയുക, ട്രേഡിംഗ് ടെർമിനൽ ആകെ ജാമായി, സ്റ്റക്കായി. ചില ആളുകൾക്ക് പ്രോഫിറ്റ് ഇങ്ങനെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഡോളർ പ്രോഫിറ്റ് കണ്ടു. പക്ഷേ ട്രേഡിംഗ് അക്കൗണ്ട് ജാമായ കാരണം, നല്ല ബ്രോക്കർ അല്ലാത്തത് കൊണ്ട് അത് ജാമായി. പിന്നീട് അത് ലോസിലേക്ക് വന്ന സമയത്താണ് അവർക്ക് അതൊക്കെ ക്ലോസ് ചെയ്യാൻ സാധിച്ചത്. ഇങ്ങനെ വലിയ എക്സ്പീരിയൻസുകളാണ് കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഉണ്ടായിട്ടുള്ളത്. ഇവിടെയൊക്കെ പ്രധാന വില്ലനായിട്ട് വന്നിട്ടുള്ളത് നിങ്ങളുടെ ക്യാപിറ്റലിനനുസരിച്ചുള്ള ലോട്ട് സൈസ് എടുക്കാത്തതുകൊണ്ട് മാത്രമാണ്. എന്തായാലും ഇനി വരുന്ന ദിവസങ്ങളിലും ഗോൾഡിൻ്റെ ഈ ആറാട്ട് തുടരുന്നുണ്ടാവും. ചെറിയ ക്യാപിറ്റലുള്ള ആളുകൾ, അത്രയും ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാൻ അറിയുന്ന ലോട്ട് സൈസ് കൺട്രോൾ ഉള്ള ആളുകൾ മാത്രം അതിന് നിൽക്കുക. ഒട്ടറിയാത്ത ആളുകൾ ഗോൾഡ് മാത്രമല്ല സിൽവറിലും ദയവ് ചെയ്ത് കറൻസി പെയറിലോട്ട് മാറുക. ഏറ്റവും സേഫ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കണ്ടമാനം കറൻസി പെയർസ് ഉണ്ട്. യൂറോ USD, GBP USD, GBP യൂറോ, അതുപോലുള്ള കറൻസി പെയറുകളിലേക്ക് മാറുക. അതുപോലെ നിങ്ങളുടെ ക്യാപിറ്റലിനനുസരിച്ചുള്ള ലോട്ട് സൈസ് നല്ലോണം അറിഞ്ഞ് മാത്രം ട്രേഡ് ചെയ്യുക. അത്തരം ആളുകൾക്ക് സപ്പോർട്ടിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ വെബ്സൈറ്റിൽ പോവാം. നിങ്ങൾക്ക് അതിൻ്റെ പെയ്ഡ് പാക്കേജസ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. നിങ്ങൾക്ക് ക്യാപിറ്റലിനനുസരിച്ചുള്ള എത്ര ട്രേഡ്സ് എടുക്കണം, എത്ര ലോട്ട് സൈസ് എടുക്കണം എന്നുള്ള ഇൻഫർമേഷൻ കിട്ടുന്നുണ്ടാവും. കൂടുതൽ വിവരങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. ഇനിയും ആളുകളുടെ ക്യാപിറ്റൽ അടിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. കുറഞ്ഞ ക്യാപിറ്റലുള്ള ആളുകൾ നിങ്ങളുടെ എന്താ പറയുക, ക്യാപിറ്റൽ അതിനനുസരിച്ച് മാത്രം ട്രേഡ് ചെയ്യുക. കൂടുതൽ കാര്യങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനെ ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും കാണാം. ബൈ.